പണ്ട് ഉറിയമഠം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ബ്രാഹ്മണനുണ്ടായിരുന്നു. ശ്രീകൃഷ്ണ ഭഗവാന്റെ പരമഭക്തനാണെങ്കിലും ഒരു കടുത്ത പിശുക്കൻ കൂടിയായിരുന്ന അദ്ദേഹത്തിന് വാതരോഗം പിടിപെട്ട് നടക്കാൻ കഴിയാതെയായി. സാമാന്യം സമ്പത്തുള്ള അദ്ദേഹം തൻ്റെ രോഗം ഭേദപ്പെട്ടാൽ വലിയൊരു സംഖ്യ ഭഗവാന് സമർപ്പിക്കാമെന്ന് വഴിപാട് നേർന്നു. ഒരു വലിയ ഉറിയുണ്ടാക്കി ഒരു മുളന്തണ്ടിൽ കെട്ടി 4 പേരെ കൊണ്ട് എടുപ്പിച്ച് ഉറിയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം ഗുരുവായൂരിലേക്ക് യാത്ര ചെയ്തു. ഗുരുവായൂരിലെത്തി സന്ധ്യയോടെ സഹായികളുടെ സഹായത്താൽ ഉറിയിലേറി കുളക്കടവിലെത്തി പണക്കിഴി മീതെ പടവിൽ വെച്ചു. ഈ സമയത്ത് ദരിദ്രനായ ഒരു ബ്രാഹ്മണൻ ഗുരുവായൂരപ്പനെ ഭജിക്കാനായി എത്തിയിരുന്നു. മക്കളുടെ വിവാഹത്തിന് യാതൊരു ഗതിയുമില്ലാതെയാണ് അദ്ദേഹം ഭഗവാനെ ശരണം പ്രാപിച്ചത്. അദ്ദേഹത്തിന് തലേ ദിവസം ഭഗവാന്റെ അരുളപ്പാട് ലഭിച്ചു. നാളെ വൈകുന്നേരം ഒരു വാതരോഗി കുളിക്കാനായി രുദ്രതീർത്ഥത്തിൽ ഇറങ്ങുന്ന സമയത്ത് പണക്കിഴി പടവിൽ വയ്ക്കും, അത് എടുത്തോടണം. ദരിദ്രനാണെങ്കിലും അന്യൻ്റെ പണമെടുത്ത് ഓടുവാൻ അദ്ദേഹത്തിന് മനസ്സ് വന്നില്ല. ഭഗവാന്റെ നിർബന്ധ നിമിത്തം അദ്ദേഹം അതിന് തയ്യാറായി. ഉറിയമഠം കുളത്തിൽ മുങ്ങുവാൻ ഒരുങ്ങിയപ്പോൾ ദരിദ്ര ബ്രാഹ്മണൻ പണക്കിഴിയും എടുത്തു ഓടാൻ തുടങ്ങി. അത് കണ്ട് സഹിക്കാൻ കഴിയാതെ ഉറിയമഠം ഉറിയിൽ നിന്നും ചാടിയിറങ്ങി അദ്ദേഹത്തിൻ്റെ പിന്നാലെ ഓടുവാൻ തുടങ്ങി. അപ്പോൾ ഉറിയമഠത്തിന് ഒരു അശരീരി കേൾക്കാൻ ഇടയായി. ഹേ ഉറിയമഠം, സമാധാനിക്കൂ, അങ്ങയുടെ അസുഖം ഭേദമായില്ലേ? അതുപോലെ ആ സാധു ബ്രാഹ്മണൻ്റെ ദാരിദ്ര്യവും നീങ്ങിയിരിക്കുന്നു. ഭഗവാന്റെ അത്ഭുത ലീലകൾ ഓർത്ത ഉറിയമഠം നിശബ്ദനായി നിന്നുപോയി. ഏറെ താമസിയാതെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വെളിച്ചമുദിച്ചു. പിശുക്ക് അവസാനിപ്പിച്ചു. സ്വത്തുക്കളെല്ലാം ദാനധർമ്മങ്ങൾക്കായി നീക്കിവെച്ചു. അപ്പോൾ ഗുരുവായൂരപ്പൻ എന്തൊക്കെ ലീലകൾ ചെയ്യുന്ന ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഭഗവാനെ സ്മരിക്കുക, ഭഗവാന് നാമം ജപിക്കുക.